ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അതിലുപരി ഇന്ന് എൻ്റെ ഹെയർ ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് എൻ്റെ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിറച്ച് ഓയിലാണ്, അതായത് ഞാൻ ഓയിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതാണ് ഹെയർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ പോവാണ്. രാവിലെ അല്ല കേട്ടോ, 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കാരണം ഞങ്ങളുടെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇതാണ്, കാരണം ക്ലാസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ ഒരു മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷൊക്കെ ആകുമ്പോൾ ഏകദേശം സമയമാവും. അപ്പോൾ നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ ഞാൻ കെട്ടി വെച്ചു കേട്ടോ, കാരണം നല്ല ഡ്രൈ ആവും. ഇനി ഒരു ഷാമ്പു വാഷ് എന്തായാലും നമ്മൾ ഷാമ്പു വാഷ് വീട്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിന്ന് ഒന്നുകൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഓയിലൊക്കെ തേച്ച് സെറ്റായിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ നേരെ സെലൂണിലെത്തിയൊരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. തൃശ്ശൂരാണ് ഗ്രാവിറ്റി സെലൂൺ. അപ്പോൾ നമ്മൾ മുടിയൊക്കെ ഒന്ന് അവർ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൈനൊക്കെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയ്തത് ഹെയർ വാഷാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ ഓയിലും അതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ഡീപ്പ് ക്ലീനാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ വാഷ് നന്നായിട്ട് മസാജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ജസ്റ്റ് ഹെയർ ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടവൽ വെച്ച് കുറച്ച് കെട്ടി വെച്ചു. എന്നിട്ട് ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് മുടി ഒന്ന് ഉണക്കിയിട്ട നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. കാരണം അതിന് ശേഷം വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട്. പിന്നെ അതിന് മുൻപ് ഞാൻ കളറിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. ഓൾറെഡി ചെറിയ കളറുണ്ട്. കളർ ഒരു 6 മന്ത് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഒന്നും കൂടി ഞാൻ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ഹെയർ. അപ്പോൾ ഒന്ന് ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നോട് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലുക്കാട്ടോ നോക്കുന്നത്. ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വേവി ലുക്കാണ്. പക്ഷേ എൻ്റെ ഹെയർ വന്നിട്ട് താഴെ കുറച്ച് കേളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 മന്ത് മുമ്പ് ബോട്ടോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേളി ആയതുകൊണ്ട് ബാക്ക് ടു നോർമൽ പെട്ടെന്നാവും. കാരണം വേവി ആയതുകൊണ്ട് എന്താ പറയുക, എനിക്കത് അത്ര ലോങ് ലാസ്റ്റ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലുക്കാണ് പിടിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കളർ ചെയ്തു കേട്ടോ. ഞാനൊരു ബ്രൗണിഷ് കളറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അങ്ങനെ ലെയറായിട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആദ്യം നമ്മുടെ ഹെയർ അതായത് ബോട്ടോക്സ് ചെയ്യുന്നതും അതേപോലെ കളറിങ്ങിനൊക്കെ വേറെ ഒരു സെപ്പറേറ്റ് ആൾക്കാരാണ്. അതായത് ഒന്നും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. പിന്നെ ഡ്രയറിന് വേറൊരു സെക്ഷൻ, പിന്നെ അതേപോലെ ഹെയർ വാഷിന് വേറൊരു സെക്ഷൻ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവരാ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ക്ലയൻറ്റിനോട് ഇടപെടുന്നതും അതേപോലെ വളരെ നീറ്റായിട്ടാണ്. ഇപ്പോൾ ഹെയർ വാഷ് ആണെങ്കിലും കോംബ് ചെയ്യണമെങ്കിലും അതേപോലെ എന്താ പറയുക അയൺ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ആ ഒരു കംഫോർട്ട് സോണിൽ കൊണ്ട് നിർത്തിയിട്ടാണ് നമുക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചില സലൂണിലും കാണാൻ മുടിയൊക്കെ നമ്മൾ അങ്ങനെ വലിച്ച് വേദനിച്ചിട്ട് ആ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ക്ലയൻറ്റിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് സ്റ്റാഫൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും വാഷ് ചെയ്തു കേട്ടോ. വീണ്ടും നന്നായിട്ട് ഡീപ്പ് വാഷ് തന്നെ ചെയ്തു. എന്നിട്ട് വീണ്ടും ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ബോട്ടോക്സിൻ്റെ ക്രീം ഇട്ടു കേട്ടോ. ഫുള്ളി ഹെയർ ബോട്ടോക്സ് ക്രീം ഇട്ട് ഫുള്ള് അതിന് പ്രൊഫഷണലായിട്ട് ഒരാളാണ് ബോട്ടോക്സിൻ്റെ ക്രീം ചെയ്ത് തന്നത്. ഫുള്ളി ലെങ്ത്തിലിട്ടു. അതിന് ശേഷം ഇതേപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഹെഡ് ഇങ്ങനെ ഫുൾ കവർ ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറോളം ഇരിക്കേണ്ടി വരും. ഒരു 2 മണിക്കൂറോളം ഏകദേശം ഇരുന്നിട്ടുണ്ടാവും. അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടൈം പോയത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഈ സ്മെല്ല്, അതായത് നമ്മൾ താഴത്തു നിന്ന് നമ്മൾ അതായത് ഹെഡൊക്കെ റാപ്പ് ചെയ്ത് വിടും മുകളിലാണ് അയണിൻ്റെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഫുൾ അയണിങ് ആണല്ലോ. അയണിങ് അറിയാം. ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഈ ബോട്ടോക്സ് ആയാലും സ്ട്രൈറ്റനിങ് ആയാലും സ്മൂത്തനിങ് ആണെങ്കിലും അവിടെ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. മൊത്തം സ്മോക്കാണ്. അപ്പോൾ ഇതെനിക്ക് അലർജി ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നേരം പുറത്തിറങ്ങി നിൽക്കും, കുറേ നേരം അകത്ത് നിൽക്കും. പിന്നെ എനിക്ക് ലാസ്റ്റ് ജലദോഷമൊക്കെ ആയി, തുമ്മലൊക്കെ ആയി. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. കാരണം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഫസ്റ്റ് ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇങ്ങനെ തന്നെയാണ്. എങ്കിലും ഞാൻ നമ്മൾ എന്നെപ്പോലെ ക്ഷമ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ
എന്താ പറയുക, എന്തെങ്കിലും ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് പോകണം. കാരണം ഒരുപാട് ടൈം പോകുന്ന, ഏറ്റവും കൂടുതൽ ടൈം പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ്. ബാക്കിയുള്ള സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒന്നും ഇത്ര ടൈമില്ല. ബോട്ടോക്സ് നന്നായിട്ട് ടൈം പോകും. അതേപോലെ നല്ല ക്ഷമയും വേണം കേട്ടോ. ഞാൻ ഇരുന്ന് മടുത്തിട്ടുണ്ട്. അതിലൂടെ കളറും. അപ്പോൾ ഒരു 7 മണിക്കൂറോളം എനിക്ക് വേണ്ട വന്നു കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം അത് ഫുൾ പ്ലാസ്റ്റിക് കവർ അയച്ചു. എന്നിട്ട് ആദ്യം ഡ്രയർ ചെയ്തു. അതിനുശേഷം അയേൺ ചെയ്തിട്ട് ഓരോ മുടി അയേണിങ് എനിക്ക് തോന്നുന്നു ആ അയേണിങ്ങിന് തന്നെ 3/4 മണിക്കൂർ വേണം, 1 മണിക്കൂറോളം വേണം. കാരണം ഓരോ ചെറിയൊരു തിൻ ലെയർ എടുത്തിട്ടാണ് അവർ അയേൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ടൈം നമുക്ക് അതിന് കൊടുക്കണം. അങ്ങനെ അയേൺ ചെയ്തു, ഒരു സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ലാസ്റ്റ് ഒന്ന് ഹെയർ കുറച്ച് ഒരു തരി ഭാഗം ഒന്ന് ട്രിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടോക്സ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇട്ട്. ഞാൻ ഈ ഒരു സ്ട്രൈറ്റ് ലുക്കിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്ട്രൈറ്റ് ലുക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അയണിങ്ങൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് നമ്മുടെ ഹെയർ ഒന്ന് ട്രിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ട്രിം ചെയ്ത് തരുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കളറായാലും എനിക്കിഷ്ടമായി. ഞാൻ ഈ ഒരു എനിക്കങ്ങനെ ഓവറായിട്ട് എനിക്കിപ്പോൾ വേണ്ടായിരുന്നു. ഈ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളറിങ്ങും ആ ഒരു ഇതിൽ വന്നു. പിന്നെ നമ്മൾ വാഷ് ചെയ്യും തോറും ഒന്നുകൂടി ഡാർക്കായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ കളറ്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നു. അവരും ഇരുന്നും അടുത്തപ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ അവരും കൂടി ആകെ ഇതിലാവും. കാരണം ഞാൻ പെട്ടെന്നാണ് ഞാൻ തലേ ദിവസം ഇവിടെ ഇത് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ എടുത്തത്. ബോട്ടോക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പോകണം എന്നൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തു, ചെയ്തു. അത്ര ഞാൻ എന്തായാലും കല്യാണത്തിന് മുൻപ് എന്തായാലും ബോട്ടോക്സ് ചെയ്യാൻ പറ്റില്ല. കല്യാണത്തിന് ശേഷം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കിഷ്ടമായിട്ടാ. നല്ല എനിക്കെന്തോ മാനേജബിളായി ഹെയർ. കാരണം എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രിസിയാണ്. നന്നായിട്ട് മാനേജ് ചെയ്യണം. നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ട് കിടക്കണം എൻ്റെ ഹെയർ. അതെനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ലെങ്ത്ത് അത്ര കുറയ്ക്കണ്ട എന്ന് പറയുന്നു. കാരണം ഞാൻ ഒരു 4-5 മാസം മുമ്പ് തന്നെ നന്നായിട്ട് ലെങ്ത്തുള്ള ഹെയർ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഷോർട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്, ലെങ്ത്ത് വെട്ടണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ ഇവിടെ ഇപ്പോൾ എനി ലെങ്ത്തിന് ഒരു ഫിക്സ്ഡ് റേറ്റാണ് കേട്ടോ. നമ്മൾ നോർമലി പാർലറിൽ പോയി കഴിഞ്ഞാൽ ഈ ഇത്ര ലെങ്ത്ത് അനുസരിച്ചിട്ടാണല്ലോ ക്യാഷ് പറയുന്നത് എമൗണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഫോർ എനി ലെങ്ത്ത് ഈ ഒരു റേറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അവർ ഫിക്സ് ചെയ്തൊരു റേറ്റേ ഉള്ളൂ. ആ ഓഫർ എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് നാളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് അവർ ഇൻസ്റ്റാ പേജിലേക്ക് ഫോട്ടോസും വീഡിയോസും ഇടണം, വീഡിയോ എടുക്കട്ടെ എന്ന് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു. അവർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ബാക്കിൽ ട്രിം ചെയ്തിട്ട് അതേപോലെ ഫ്രണ്ടിലും കുറച്ച് ഫ്രൈസ് ഫ്രെയിമിങ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ തന്നെ കേട്ടോ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച്, ഷാമ്പും കണ്ടീഷണറും നമുക്ക് പുറത്തുനിന്ന് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ തന്നെ വാങ്ങിച്ചു. കാരണം ഇത് കഴിഞ്ഞ് ഫസ്റ്റ് വാഷ് ഉണ്ട് കേട്ടോ. അത് അയൺ ചെയ്ത് അപ്പം തന്നെ ഇവിടുന്ന് ഫസ്റ്റ് വാഷ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് വാഷാണുള്ളത്. അത് നമ്മൾ വീട്ടിൽ പോയി, അതായത് അന്ന് 2 ദിവസത്തെ കുളിക്കില്ല. സെക്കൻഡ് ഡേയുടെ അന്ന് നമ്മൾ അത് മീൻസ് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഡേയുടെ അന്നാണ് ഹെയർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വാഷ് ഇവിടുന്ന് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് എന്താ പറയുക ഷാമ്പും കണ്ടീഷണറും സിറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം നമ്മൾ ഇത്രയും ചെയ്ത് ഇനിയിപ്പോൾ അതിനായിട്ട് കുറവ് വരണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. വാങ്ങിക്കാം, പക്ഷെ ഞാൻ ഇവിടെ തന്നെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ച് താഴ്ഭാഗം കേളിയും ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് വേവി ആയതുകൊണ്ട്. പക്ഷെ നല്ല ഹെയറൊക്കെ തന്നെ. പക്ഷെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതെനിക്കിപ്പോൾ കുറച്ച് ആഫ്റ്റർ മാരേജ് കുറച്ച് ബുദ്ധിമുട്ടായി മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ബോട്ടോക്സ് ചെയ്യുന്നുണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് മാനേജബിളായിട്ട് സൂപ്പറായിട്ട് കിടന്നോളും. അപ്പോൾ ഇനി എൻ്റെ പഴയ ഹെയർ ഇനി നമ്മളിങ്ങനെയാണല്ലോ, ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും പഴയ ഹെയർ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഇടയ്ക്കൊക്കെ തോന്നും. പക്ഷെ നമുക്ക് നമ്മുടെ ടൈമും അതേപോലെ ചിലവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഹെയർ കെയർ ചെയ്യാനും. എനിക്ക് താല്പര്യമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ കൈ അങ്ങോട്ട് എത്തിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടാണ്.
പിന്നെ നോർമലായിട്ട് ഹെയർ ഉള്ളവർ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നല്ല ഹെയർ ഉള്ളവർക്കൊക്കെ. ചിലവരിപ്പോൾ സ്ട്രൈറ്റ് ഹെയർ നല്ല വേവി ഹെയറൊക്കെ ഉള്ളവർ എന്താ പറയുക കേൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, ബോട്ടോക്സ് ആയാലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, അത്ര നല്ലതൊന്നുമല്ല ഹെയറിന്. പിന്നെ നമ്മൾ അവിടുന്ന് പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചു. ഇതാ കുറച്ച് ഷോ ഒക്കെ ഇങ്ങനെയാണല്ലോ, ഷോ കാണിച്ചിട്ട് മുടിയൊക്കെ ഇട്ടാട്ടിയായിട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മൾ നേരെ തൈക്കാടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് കയറിയിട്ടുണ്ട്. അതവിടെ ഫോട്ടോസ് അവരങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അവർ ഫാമിലി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, അവരൊക്കെ ജസ്റ്റ് പുറത്ത് പോയി ഫുഡ് കഴിച്ചത്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ലൈറ്റായിട്ട് എന്തോ കഴിച്ചതാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ബാംബു ബിരിയാണിയും അതേപോലെ ചിക്കൻ 65 പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാംബു ബിരിയാണി അവിടുത്തെ സ്പെഷ്യലാണെന്ന് കേട്ടോ പറഞ്ഞത്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ബോട്ടോക്സ് ചെയ്ത് കറക്റ്റ് 2 മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആഫ്റ്റർ അതിൻ്റെ ബോട്ടോക്സിൻ്റെ ഒരു കെയറും അതേപോലെ എങ്ങനെ ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ബോട്ടോക്സിൻ്റെ ആഫ്റ്റർ കെയറും ഹെയർ ഫോൾസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ പക്ക ഒരു ബോട്ടോക്സ് അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു സ്ട്രൈറ്റ് ലുക്കും കൂടിയാണ്. അപ്പോൾ അതിനെ കുറച്ച് നെഗറ്റീവും പോസിറ്റീവും സൈഡൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നു, കാരണം ഒരുപാട് ലേറ്റായി ഉണ്ടായിരുന്നു, ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ.